വേങ്ങര. എന്തിനാ ഫാരിസി നുണ പറയുന്നത്? മരിച്ചു പോണ എന്ന് പറഞ്ഞിട്ട് നിർത്തിയിട്ടുണ്ട്. ആരാണ് ഈ PKN വേങ്ങര? അദ്ദേഹം അദ്ദേഹത്തിന് എന്താണ് അറിയേണ്ടത് എന്ന് അദ്ദേഹത്തിന് മെയ്ക്കില്ല എങ്കിൽ അദ്ദേഹത്തിന് ഡോട്ടിടണ്ട, ടൈപ്പ് ചെയ്യുമെങ്കിലും ചെയ്യട്ടെ. എന്ന് ഞാൻ പറഞ്ഞ നുണ എന്താണ് എന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ, ഞാൻ പറഞ്ഞ നുണ നിങ്ങളൊന്ന് തെളിയിച്ചു തന്നാൽ. PKN വേങ്ങര ആരാണത്? നവമടവൂരിയാണോ? ആണോ? പറയൂ. PKN വേങ്ങര ഞാൻ പറഞ്ഞ നുണ എങ്കിൽ സഹോദരൻ, ഞാൻ എന്ത് പറഞ്ഞ നുണയാണ് ഞാൻ പറഞ്ഞത്? ഒന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യൂ. നിങ്ങൾ PM അടിച്ചല്ലോ, ആ PM-ലേക്ക് ഒന്ന് ടൈപ്പ് ചെയ്യൂ. കോക്കസിലേക്ക് പോയില്ല എന്നാണോ നുണ? അല്ല, ഇതാ എനിക്കൊരു PM വന്നതാണ്. എന്തിനാ ഫാരിസി പറയുന്നത്? മരിച്ചു പോണ എന്ന് മാത്രം പറഞ്ഞിട്ട് നിർത്തി. നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടെങ്കിൽ, PKN വേങ്ങര സത്യസന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആളാണെങ്കിൽ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളാണെങ്കിൽ, മരണാനന്തര ജീവിതത്തിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്ന ആളാണെങ്കിൽ, മരിച്ചു പോകുന്ന ആളാണെന്ന് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് ഉള്ള കാര്യം തുറന്നുകൊണ്ട് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് PKN വേങ്ങര ഈ ക്ലാസ് റൂമിൽ ഉണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. ഹനീഫ, ക്ലാസ് റൂമിൽ ഉണ്ടോ ഒന്ന് നോക്കുക. PKN വേങ്ങര എന്ത് ചെയ്യണം? എന്താണ് ഞാൻ പറഞ്ഞ നുണ എന്ന് ഒന്ന് PM അടിച്ചാൽ മതി, ഒന്ന് PL അടിച്ചാൽ മതി, ധൈര്യമുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ മേലിൽ ഇങ്ങനെ PM ആർക്കും നിങ്ങൾ അടിക്കരുത്. നിങ്ങൾ ആരാന്ന് എനിക്കറിയില്ല. നിങ്ങളോട് വല്ലാഹി യാതൊരു വിരോധവും നമുക്കില്ല കേട്ടോ, ആർക്കുമില്ല വിരോധം. വസീലത്ത് ശിർക്ക് എങ്ങനെ? അംഗം 128 തെളിവോ? വസീലത്ത് ശിർക്ക് 128 തെളിവൊക്കെ പറഞ്ഞതാ. ആ കാര്യം പറയണോ? ഞാൻ ഒന്നോടെ പറഞ്ഞുതരാം, നിങ്ങൾ ശരിക്കും കേട്ടോളി. ഈ സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത് ഫൈസൽ മുസ്ലിയാർ പറഞ്ഞത് എങ്ങനെയാ? ജമിയത്തുലമ ആവശ്യപ്പെട്ടത് പ്രകാരം ജമിയത്തുലമയിൽ ഹനീഫ് കായക്കൊടിയും ഫൈസൽ മുസ്ലിയാരും കൂടെ സംയുക്തമായിട്ട് കൊടുത്തൊരു പ്രബന്ധമുണ്ട്. ആ പ്രബന്ധത്തിന്റെ ഭൂരിഭാഗവും എഴുതിയത് ഹനീഫ കായക്കൊടിയാണ്. ഹനീഫായാണ് ഈ ആയത്ത് എഴുതിയത്, അല്ലാണ്ട് ഫൈസൽ മുസ്ലിയാരല്ല. നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങൾ ഹനീഫാനോട് ചോദിച്ചു ചോദിക്കോ, ഫൈസൽ മുസ്ലിയാരോടും ചോദിച്ചു ചോദിക്കോ. അല്ലെങ്കിൽ ജമിയത്തുലമയായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാൻ പറ്റിയ ആ പ്രബന്ധത്തിന്റെ ഒരു കോപ്പി നിങ്ങൾ ചോദിക്കുക. എന്നിട്ട് ആ കോപ്പി എടുത്തിട്ട് നിങ്ങൾ ഹനീഫാന്റെ അടുത്ത് പോയി ചോദിക്കുക. ഹനീഫായാണ് ഇസ്തിയാനത്തിനും ഇസ്തിംതായിനും ഒക്കെ ഈ ആയത്ത് 2 സ്ഥലത്തും എന്ത് ചെയ്തിട്ടുണ്ട്? ഉദ്ധരിച്ചിട്ടുണ്ട്. അത് മാത്രമേ ഫൈസൽ മുസ്ലിയാർ, അതിൽ നിന്നും മാത്രമേ ഫൈസൽ മുസ്ലിയാർ പറഞ്ഞിട്ടുള്ളൂ. അല്ലാതെ ഫൈസൽ മുസ്ലിയാർ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ദുർവ്യാഖ്യാനം ചെയ്തിട്ടില്ല. ഇത് ദുർവ്യാഖ്യാനം ചെയ്തു എന്ന ആരോപണത്തിനാണ് 10 പിരിയത്തിട്ട് പിടിച്ചത്. ആ ദുർവ്യാഖ്യാനം ചെയ്തത് എന്താണെന്ന് അദ്ദേഹം ഇല്ലാത്ത സംഗതി കൊണ്ടുവന്നിട്ട് എന്തിനാണ് വെറുതെ മറ്റുള്ളവരെ ചിറ്റിക്കാൻ? മനസ്സിലായില്ലേ? എന്തിനാണ് വെറുതെ മറ്റുള്ളവരെ ചിറ്റിക്കാൻ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ എന്ത് പറയണം? കാര്യങ്ങൾ മനസ്സിലാകണമെങ്കിൽ ഈ വസീലത്ത് ശിർക്കിനെ സംബന്ധിച്ച് പറഞ്ഞ വിഷയങ്ങൾ കോഴിച്ചന സംവാദം നിങ്ങൾ ശരിക്കൊന്ന് കാണുക. അതോടൊപ്പം തന്നെ 10 പിരിയൻ സംവാദം നിങ്ങൾ ശരിക്കൊന്ന് കാണുക. പ്രാർത്ഥന തൗഹീദ് എന്ന വിഷയത്തിൽ ഫൈസൽ മുസ്ലിയാർ എഴുതിയൊരു പുസ്തകമുണ്ട്, അതും നിങ്ങളൊന്ന് മേടിച്ച് വായിച്ചാൽ നിങ്ങളുടെ സംശയം തീരും. പക്ഷെ ഒരു കാര്യമുണ്ട്, അല്ലാതെ വിരോധ ബുദ്ധിയോടുകൂടി വൈരാഗ്യ ബുദ്ധിയോടുകൂടി ഒരു കാരണവശാലും മുൻവിധിയോടുകൂടി ഈ രൂപത്തിലൊന്നും നിങ്ങൾ PM അടിക്കുകയോ എന്തുള്ളതാണ്? എന്താ നിങ്ങൾ കണ്ടേ? നിങ്ങൾ വായിച്ചിട്ടില്ല. നിങ്ങളത് വായിക്കണം, നിങ്ങളത് കേൾക്കണം. അതിനുശേഷം വിധി എഴുതാം. മുൻവിധിയോടുകൂടി ഒരിക്കലും നിങ്ങൾ അങ്ങനെ പറയാൻ നിൽക്കരുത്, അത് മോശമാണ്. അള്ളാഹു തിരുത്താൻ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.